വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എന്തുകൊണ്ടും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സുവിശേഷമാണ്. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. വിശുദ്ധ മത്തായി 28 അധ്യായങ്ങളും വിശുദ്ധ ലൂക്ക 24 അധ്യായങ്ങളും വിശുദ്ധ യോഹന്നാൻ 21 അധ്യായങ്ങളും വിരചിച്ചപ്പോൾ വിശുദ്ധ മർക്കോസ് 16 അധ്യായങ്ങളിൽ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിച്ചു. മറ്റുള്ളവർ പറയുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ വിശുദ്ധ മർക്കോസ് പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ചെറുതാക്കിയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. തിരക്കിട്ട് എഴുതി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു അവതരണ ശൈലിയാണ്, എല്ലാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് വിശുദ്ധ മർക്കോസ് അവലംബിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് റോമായിലെ ജനതയ്ക്ക് വേണ്ടി സുവിശേഷം അറിയിച്ചുവെന്ന് നമ്മൾ വിശുദ്ധ കുർബാന ക്രമത്തിൽ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. പാലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം രചിച്ചത്. AD 60-65 കാലഘട്ടത്തിൽ അദ്ദേഹം സുവിശേഷം രചിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ രചനയുടെ ലക്ഷ്യം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഈ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോയെ ദൈവപുത്രനായി അവതരിപ്പിക്കുവാനാണ്. ഈശോ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളിലൂടെ, ഓരോ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും ഈശോ ദൈവപുത്രനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു വിശുദ്ധ മർക്കോസിൻ്റെ ലക്ഷ്യം. അത് സുവിശേഷത്തിൻ്റെ പാതി വഴിയിൽ ശിഷ്യപ്രമുഖനായ പത്രോസ് ലീഹ തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ എടുത്തു പറയുന്നുണ്ട്, നീ മിശിഹായാകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് വിശ്വാസം ഏറ്റുപറയുകയാണ്. എന്നാൽ ഈ സുവിശേഷ രചനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ശതാധിപൻ വിളിച്ചു പറയുന്നുണ്ട്, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ദൈവപുത്രനായ ഈശോയെ തിരിച്ചറിയാൻ സഹായിക്കുക എന്നുള്ളതാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷ രചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ തിരിച്ചറിയുന്ന ദൈവപുത്രനെ പ്രഘോഷിക്കുവാനുള്ള വലിയൊരു ദൗത്യവും ഈ സുവിശേഷം നമുക്ക് മുൻപിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ ആ ലക്ഷ്യത്തോട് നീതി പുലർത്താൻ സാധിക്കാത്ത ചില വ്യക്തികളെ അവതരിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈശോയുടെ കല്ലറയിലേക്ക് പോയ 3 സ്ത്രീകളെ പറ്റിയാണ്. മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും. അവിടെ ചെന്ന് അവർ ഉത്ഥിതനെ കണ്ടതിന് ശേഷം അവരോട് തൻ്റെ ശിഷ്യന്മാരോട് ഈ സദ്വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞാണ് ഈശോ അവരെ അയക്കുന്നത്. എന്നാൽ അവരത് ആരോടും പറയുന്നില്ല എന്നുള്ള സങ്കടകരമായ വസ്തുതയാണ് അവിടെ വിശുദ്ധ മർക്കോസ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയെ ദൈവപുത്രനായി അനുഭവിച്ചറിയുവാനും ആ അനുഭവം മറ്റുള്ളവർക്ക് മുമ്പിൽ പകർന്നു കൊടുക്കുവാനുമുള്ള വലിയ വിളി മർക്കോസ് സുവിശേഷകനെ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് ലീഹായുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഒരാവർത്തി കൂടെ ഒന്ന് കടന്നു പോകുവാനും ഈശോയെ ദൈവപുത്രനായി മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം.